അലൻ ഷരൻ എബ്രഹാമിന്റെ അവയവങ്ങളുമായി ആംബുലൻസ് അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് കരുതുന്നത്. അല്പം മുമ്പ്, നിമിഷങ്ങൾക്ക് മുമ്പ് കഴക്കൂട്ടം പിന്നിട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. കിംസ് ആശുപത്രിയിൽ നിന്ന് ജിബിൻ JB കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജിബിൻ, ആശുപത്രിയിലേക്ക് ആംബുലൻസ് എത്തിയോ? അമൃത, അല്പസമയം മുമ്പാണ് ആംബുലൻസ് കഴക്കൂട്ടം പിന്നിട്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാത്രമാണ് കിംസ് ആശുപത്രിയിലേക്ക് ഉള്ള ഒരു ദൂരം എന്ന് പറയുന്നത്. അല്പസമയം തന്നെ ആംബുലൻസ് ആശുപത്രിയിലേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആംബുലൻസ് വരുന്നതിന് മുമ്പായി തന്നെ ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിക്കുകയാണ്. ആശുപത്രിയുടെയും അതുപോലെ പോലീസിന്റെയും നേതൃത്വത്തിൽ ഇങ്ങോട്ടേക്ക് ആംബുലൻസ് യാതൊരുവിധ തടസ്സവും കൂടാതെ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും തന്നെ രാത്രി 8 മണിയോടകം തന്നെ പൂർത്തീകരിക്കുകയാണ്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഏത് നിമിഷവും ആംബുലൻസ് ഈ ആശുപത്രിയിലേക്ക് എത്താം. അതുമാത്രമല്ല, ഇവിടെ ആംബുലൻസിൽ എത്തിക്കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ കരൾ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം 7:30 കൂടി തന്നെ ഇവിടെ ശസ്ത്രക്രിയ ആരംഭിച്ചിട്ടുണ്ട്. ഈ അലിൻ എന്ന് പറയുന്ന ആ കുഞ്ഞു മാലാക, 10 മാസം മാത്രം പ്രായമുള്ള ആ കുഞ്ഞു മാലാക 5 പേർക്ക് പുതുജീവൻ നൽകിയാണ് യാത്രയായത്. അതിൽ ഒരു പുതുജീവൻ കിട്ടുന്ന കുട്ടി എന്ന് പറയുന്നത് ഈ തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള 6 മാസം മാത്രം പ്രായമുള്ള ഒരു കുരുന്നാണ്. ആ കുരുന്നിന് കരൾ ചുരുങ്ങുന്ന അസുഖമാണ് ജന്മനാ ഉള്ളത്. അപ്പോൾ കരൾ സ്വീകരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്വീകർത്താവ് എന്ന് പറയുന്നത് ഈ കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് എത്രയും വേഗം കുട്ടിയിലേക്ക് കരൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശസ്ത്രക്രിയ ഇവിടെ ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. 7:30 കൂടിയാണ് ആ ശസ്ത്രക്രിയ ആരംഭിച്ചത്. ഡോക്ടർ ഷബീർ അലിയുടെയും ഷിറാസിന്റെയും നേതൃത്വത്തിലാണ് ഈ ശസ്ത്രക്രിയ ആരംഭിച്ചത്. 5 മണിക്കൂറോളം ഈ ശസ്ത്രക്രിയ നീണ്ടു നിൽക്കും. അതിനകം തന്നെ എത്രയും വേഗം അതിനോടകം തന്നെ, അതായത് ഈ ശസ്ത്രക്രിയ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഇങ്ങോട്ടേക്ക് കരൾ എത്തിക്കേണ്ടതുണ്ട്. എന്തായാലും കഴക്കൂട്ടം പിന്നിട്ടിരിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ച് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചേരും. അങ്ങനെ ആശുപത്രിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന, അതായത് കിംസ് ആശുപത്രിയുടെ ഈ കാണുന്ന കവാടമുണ്ട്. കിംസ് ആശുപത്രിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ ആനറയിൽ നിന്ന് കിംസ് ആശുപത്രി റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ കിംസ് ആശുപത്രിയിലേക്ക് എത്തി രണ്ടാമത്തെ ആ ഒരു മെയിൻ ബിൽഡിങ്ങിലാണ് ഈ ശസ്ത്രക്രിയ നടക്കുന്നത്. അങ്ങനെ ഈ കവാടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നേരെ കാണുന്നത് ഈ മെയിൻ എൻട്രൻസ് ആണ്. ഈ ആശുപത്രിയുടെ സർജറി നടക്കുന്ന ബ്ലോക്കിന്റെ മെയിൻ എൻട്രൻസ് ആണ് ഇവിടെയുള്ളത്. അങ്ങോട്ടേക്കാണ് ഈ കരൾ എത്തിക്കുക. എന്തായാലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ യാതൊരു തടസ്സവും കൂടാതെ എത്രയും വേഗം കരൾ ശസ്ത്രക്രിയ നടക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നേരത്തെ അലക്സ് റാം മുഹമ്മദ് പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. അതായത് ഈ കുരുന്നിന്റെ കുടുംബം, ഈ 6 മാസം മാത്രം പ്രായമുള്ള കുരുന്നിന്റെ കുടുംബം ചികിത്സ സഹായം തേടി, അല്ലെങ്കിൽ ഒരു സ്വീകർത്താവിനെ തേടി നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നു. അന്ന് അലക്സാണ് ഈ ഒരു വാർത്ത ചെയ്യുകയും ചെയ്തത്. എന്തായാലും ആ കുടുംബം ഇപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് അവരുടെ പ്രതികരണം തേടുന്നത് ഈ സമയത്ത് സാധിക്കുന്ന കാര്യമല്ല. കാരണം ഒരു സന്തോഷം മാത്രമല്ല, അവരൊരു വിങ്ങിയ മനസ്സോടു കൂടിയാണ് നേരത്തെ പ്രതികരണം നൽകിയത്. കാരണം ആ ആലിന്റെ കുടുംബം, അവരോട് എന്താണ് പറയേണ്ടതെന്ന് ഈ ഒരു കുടുംബത്തിന് സാധിക്കില്ല. കാരണം സന്തോഷമാണോ അല്ലെങ്കിൽ വിഷമമാണോ പറയേണ്ടതെന്ന് അറിയാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം ഈ ഒരു കുഞ്ഞു മാലാഖ 10 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു മാലാഖയാണ് യാത്രയാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കുഞ്ഞിലൂടെയാണ് തൻ്റെ കുട്ടിക്ക്, 6 മാസം മാത്രം പ്രായമുള്ള കുട്ടിക്ക് ഒരു പുതുജീവൻ ലഭിക്കുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് പോലും സന്തോഷിക്കാൻ സാധിക്കാതെ, കാരണം തൻ്റെ കുഞ്ഞിന് ഒരു പുതിയ ജീവൻ ലഭിക്കുമ്പോൾ ഇതുപോലെ തന്നെ വേദന അനുഭവിക്കുന്ന മറ്റൊരു മാതാപിതാക്കൾ കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സന്തോഷിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. എന്തായാലും ഈ ആലിൻ എന്ന ഒരു കുഞ്ഞുമാല 5 പേരിലൂടെ ഇനി ജീവിക്കും. അതുകൊണ്ട് തന്നെ എത്ര വേഗം ആ കുരുന്ന് 5 പേരിലൂടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഈ ആംബുലൻസ് ഇങ്ങോട്ടേക്ക് എത്തി ശസ്ത്രക്രിയ നടപടികൾ വിജയകരമായി തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് കേരള സർക്കാരും ആരോഗ്യവകുപ്പും ഈ നാട്ടിൽ എല്ലാ നാട്ടുകാരും ഒന്നിച്ചു നിന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇങ്ങോട്ടേക്കുള്ള ഈ ഒരു യാത്ര എന്ന് പറയുന്നത് 7:15 കൂടി അമൃതയിൽ നിന്ന് ആരംഭിച്ച യാത്രയ്ക്ക് ഇതുവരെയും യാതൊരുവിധ തടസ്സവും ഉണ്ടായിട്ടില്ല. നാട്ടുകാരും എല്ലാവരും തന്നെ ഈ ഒരു യാത്രയ്ക്ക് കൂടെ നിന്നിട്ടുണ്ട്. നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇങ്ങോട്ടേക്ക് കഴിഞ്ഞ് ജില്ലാ അതിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിളിമാനൂരിൽ നിന്ന് വെഞ്ഞാറമൂടേക്ക് എത്തുന്ന ഭാഗം എന്ന് പറയുന്നത് എല്ലാ സമയത്തും തന്നെ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉള്ള ഒരു സമയമാണ്. അവിടെയാണ് ഇപ്പോൾ ഒരു ക്ഷേത്രത്തിന്റെ ശിവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായി ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നു. അപ്പോൾ ആ ക്ഷേത്ര ഭാരവാഹികൾ തന്നെ മുന്നിട്ടിറങ്ങിക്കൊണ്ട് വോളണ്ടിയേഴ്സിനെ നിർത്തി റോഡ് മുഴുവൻ ക്ലിയർ ആക്കുകയും ചെയ്തു. അവിടെയും ഈ ആംബുലൻസിന് യാതൊരുവിധ തടസ്സവും കൂടാതെയാണ് ആംബുലൻസ് കടന്നു വന്നത്. പിന്നീട് അവിടെ നിന്ന് കിളിമാനൂരിൽ നിന്ന് വെഞ്ഞാറമൂട് നിന്ന് കഴക്കൂട്ടം എന്തായാലും ഈ ആംബുലൻസ് പിന്നിട്ടിട്ടുണ്ട്. എന്തായാലും അല്പസമയം തന്നെ സമയത്തിനകം തന്നെ ജിബിനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കരൾ സ്വീകരിക്കുന്ന ഡ്രിയയുടെ മാതാപിതാക്കളൊക്കെ നേരത്തെ മാധ്യമങ്ങളോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അലക്സ് റാമിന്റെ റിപ്പോർട്ടിൽ തന്നെ നമ്മൾ കണ്ടതാണ്. അവരുടെ മുഖമൊക്കെ അന്ന് ഉണ്ടായിരുന്ന റിപ്പോർട്ടും അതുപോലെ തന്നെ ഇന്നിപ്പോൾ അവരുടെ പ്രതികരണമൊക്കെ കാണുമ്പോൾ എത്രത്തോളം അവർക്ക് ഒരു സന്തോഷമുണ്ട് ഈ ഒരു കാര്യത്തിൽ എന്നുകൂടി നമുക്ക് വ്യക്തമാകുന്നത് തന്നെയാണ്. ഇതിപ്പോൾ ഈ ഒരു കരൾ ലഭ്യമായതിനെ തുടർന്ന് ശസ്ത്രക്രിയയൊക്കെ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ടാകാം അല്ലേ?
തന്നെയാണ് അമൃത. രാത്രി 7:30 തന്നെ കിംസ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു കാലതാമസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശസ്ത്രക്രിയ നേരത്തെ തന്നെ ആരംഭിച്ചത്. കാരണം ഈ ഒരു ശസ്ത്രക്രിയ എന്ന് പറയുന്നത്, കരൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഏകദേശം 5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ശസ്ത്രക്രിയയാണ്. അങ്ങനെ ഡോക്ടർ ഷബീർ അലിയുടെയും ഷിറാസിന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരുടെ സംഘമാണ് ഇപ്പോൾ ഈ ഒരു ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആംബുലൻസ് നമുക്ക് ഈ ആനയറയിൽ നിന്ന് കിംസ് ആശുപത്രിയുടെ ഭാഗത്തേക്ക് കയറിയതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1-2 മിനിറ്റിനകം തന്നെ ആംബുലൻസ് ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈ ആംബുലൻസ് ഇങ്ങോട്ടേക്ക് എത്തുന്ന അതേ സമയം തന്നെ കിംസ് ആശുപത്രിക്ക് അകത്ത് ശസ്ത്രക്രിയയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആംബുലൻസ് ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ സർജറി നടക്കുന്ന ബ്ലോക്കിന്റെ മുൻവശത്താണ്. അവിടെ നിന്ന് ഈ കാണുന്ന എൻട്രൻസിലൂടെ കയറി കഴിഞ്ഞാൽ അതിവേഗം തന്നെ ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അവയവുമായി ഡോക്ടർമാരുടെ സംഘത്തിന് എത്താൻ സാധിക്കും. എന്തായാലും കേസ് ഓട്ടോയുടെ ഉദ്യോഗസ്ഥരും അമൃത ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘവും ഈ ആംബുലൻസിനെ അനുഗമിക്കുന്നുണ്ട്. അവർ കൂടി ചേർന്നുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് എത്തുക. നേരത്തെ ഈ പോലീസിന്റെ വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ ഇവിടെ ഉണ്ടായിരുന്നു. കാരണം ഈ കഴക്കൂട്ടം എന്ന് പറയുന്നത് ഇന്ന് വൈകുന്നേരത്തെ അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതിലും അധികമായിരുന്നു. റോഡ് മണിക്കൂറുകളോളം ബ്ലോക്കായി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയെല്ലാം തന്നെ റോഡെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് ടെക്നോ പാർക്കിൽ നിന്ന് പല ഷിഫ്റ്റുകൾ കഴിഞ്ഞ ഉദ്യോഗസ്ഥരൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സമയമാണ്. അത്തരത്തിൽ ആ റോഡെല്ലാം തന്നെ ക്ലിയർ ചെയ്തുകൊണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു ഇടപെടലുണ്ടായി. അതുകൊണ്ടാണ് വലിയ കാലതാമസം കൂടാതെ കഴക്കൂട്ടത്ത് നിന്ന് ആംബുലൻസിന് ഇങ്ങോട്ടേക്ക് എത്താൻ സാധിക്കും. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ച് ആംബുലൻസ് അത് കിംസിന്റെ കവാടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആനറയിൽ നിന്ന് നേരത്തെ നമ്മൾ കണ്ടാണ് കഴക്കൂട്ടത്ത് നിന്ന് ആംബുലൻസ് ആനറയിലേക്ക് എത്തുന്നു. ആംബുലൻസ് ഇപ്പോൾ കിംസ് ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആലിനെന്ന ആ 10 വയസ്സുകാരിയുടെ കുഞ്ഞു മാലാഹയുടെ അവയവങ്ങളുമായി ആംബുലൻസ് കിംസ് ആശുപത്രിയിലേക്ക് എത്തിച്ചേരുകയാണ്. ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് യാതൊരുവിധ തടസ്സവും കൂടാതെ എത്രയും വേഗം ഈ അകത്ത് ഓപ്പറേഷൻ നടക്കുന്ന വാർഡിലേക്ക് കുഞ്ഞു ആലിന്റെ അവയവങ്ങൾ എത്തിക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഈ ഒരു ആംബുലൻസ് ഡ്രൈവറുടെ കാര്യം നമ്മൾ എടുത്തു പറയണം. കാരണം അതിവേഗം ബഹുദൂരം എന്ന് പറയുന്നത് പോലെ തന്നെ ഇത്രയും ദൂരം ഉണ്ടായിരുന്നിട്ടും അവിടെ യാതൊരുവിധ തടസ്സവുമില്ലാതെ സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ഈ ഒരു ആംബുലൻസ് ഡ്രൈവർ ഇപ്പോൾ ഈ കുഞ്ഞ് ആലിന്റെ അവയവങ്ങൾ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കേരളം ഇതുവരെ കാണാത്തൊരു അപൂർവ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആംബുലൻസിനെ അനുഗമിച്ചുകൊണ്ട് ഡോക്ടർമാരുടെ അമൃത ആശുപത്രിയിൽ നിന്നുള്ള ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.